സ്വർണ്ണാമൃത പ്രാശനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ആയുർവേദത്തിൽ തന്നെ കാശ്യപ സംഹിതയിൽ പറഞ്ഞിരിക്കുന്ന ഒരു 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 ഡിഫെൻസീവ് മെക്കാനിസം, അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക. അതായത് രണ്ട് ലക്ഷ്യങ്ങളാണ് ഈ സ്വർണ്ണാമൃത പ്രാശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് കുട്ടികളുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടുക, രണ്ട് ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയ്ക്ക് സഹായിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണല്ലോ ഒരു ഒരു ബാല്യാവസ്ഥയിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉപയോഗിക്കുന്ന മരുന്നുകൾ, അപ്പം ബുദ്ധിവികാസത്തിനായിട്ടുള്ള മരുന്നുകൾ, അതിൽ തന്നെ നമ്മൾ നെയ്യ് ചേർത്തിട്ട് നെയ്യിലിട്ട് കാച്ചിയിട്ടാണ് നമ്മൾ ആ മരുന്ന് കൊടുക്കുക. അത് തേനൂടെ ചേർത്തിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഒന്ന് നമുക്കതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, നമ്മുടെ തലച്ചോറിലേക്ക് എല്ലാ സാധനങ്ങളും ശരീരം കയറ്റിവിടില്ല. അതായത് തലച്ചോറിലേക്ക് ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടന്ന് അത് ക്രോസ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളെ ഭൂമിയിലുള്ളൂ എന്നാണ് പറയുക. അതിലൊന്ന് പശുവിൻ്റെ നെയ്യാണ്, രണ്ട് കൊളോയിഡൽ ഗോൾഡ്, അതായത് ശുദ്ധമായിട്ടുള്ള തങ്കം. അത് പ്യൂരിഫൈ ചെയ്തിട്ട് ആയുർവേദത്തിൽ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് വളരെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് എഫിക്കസി ഉള്ള സാധനങ്ങളാണ് നമ്മൾ മരുന്ന് കൂടെ ഫോർട്ടിഫൈ ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് പീരിയോഡിക്കലായിട്ട് കൊടുക്കണം, ഒറ്റ ഡോസിൽ കൊടുക്കുകയല്ല. ഇപ്പം നമ്മൾ പോളിയോ വാക്സിൻസ് ആയാലും അല്ലെങ്കിൽ ഏത് പ്രതിരോധ വാക്സിൻസ് ആയാലും നമുക്കൊരു ബൂസ്റ്റർ ഡോസ് ഉണ്ട്. അപ്പോഴേ ശരീരം അതിനെതിരെയുള്ള ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഒന്ന്, ഈ വക സാധനങ്ങൾ ബ്ലഡ് ബ്രെയിൻ ബാരിയർ കിടക്കുന്നതോടൊപ്പം ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നു. രണ്ട്, ഇതിനകത്ത് ഉപയോഗിക്കുന്ന നെയ്യും തേനും ഉണ്ട്. സത്യത്തിൽ നെയ്യും തേനും സമമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അതൊരു ടോക്സിൻ ആണെന്നാണ് പറയുക. ടോക്സിൻ നമ്മൾ പറഞ്ഞാൽ വിഷം എന്നുള്ളതല്ല, ബട്ട് നമുക്കിപ്പം വാക്സിൻസ് ആയാലും അതിൻ്റേതായിട്ടുള്ള വൈറസ് ഇനാക്റ്റീവായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോഴേ ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ടാവുള്ളൂ. അതേ പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ ഒരു ടോക്സിൻ അകത്തേക്ക് ചെല്ലുമ്പോഴേ ശരീരം അതിനെതിരെ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റിൽ കുട്ടികൾക്കത് കൊടുക്കുന്നത് വളരെ ഫലവത്തായിട്ടുള്ളതാണ്. നമസ്തേ.